ലങ്കാമർദ്ദനം. മരക്കൊമ്പിലിരുന്ന ഹനുമാൻ ആലോചിക്കുകയാണ്. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി, പക്ഷെ ഞാനിവിടെ വന്നുവെന്ന് രാവണൻ അറിയണ്ടേ? അശോകവനികയിലെ സീതാദേവി ഇരിക്കുന്ന മരമൊഴികെ മറ്റെല്ലാം ഹനുമാൻ പിഴുതെറിഞ്ഞു. തടയാൻ വന്നവരെയൊക്കെ അടിച്ചു കൊന്നു. എല്ലാവരും സ്തബ്ധരായി. വാർത്ത രാവണനടുത്തെത്തി. രാവണന്റെ മകൻ അക്ഷകുമാരൻ ഹനുമാനോട് യുദ്ധത്തിനായി എത്തി. അവനെയും കൊന്നുകൊണ്ട് ഹനുമാൻ തൻ്റെ വരവറിയിച്ചുകൊണ്ടിരുന്നു. അക്ഷകുമാരൻ്റെ മരണം രാവണനെ നോവിച്ചു. ഇന്ദ്രജിത്ത് എന്ന അടുത്ത പുത്രനെ കെട്ടിപ്പിടിച്ച് രാവണൻ സങ്കടപ്പെട്ടു. രാവണൻ്റെ സ്ത്രീ ആസക്തിയാണ് ഈ വിപത്തിനൊക്കെ കാരണമെന്ന് ഇന്ദ്രജിത്ത് രാവണനോട് പറയുന്നുണ്ട്. ഇന്ദ്രജിത്തുമായുള്ള യുദ്ധത്തിൽ, അതായത് ഹനുമാനും ഇന്ദ്രജിത്തും ഇരുവരും കരുത്തരായിരുന്നു. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റ് ഹനുമാൻ മോഹാലസ്യപ്പെടുന്നതായി ഭാവിച്ചു. ഹനുമാൻ രാവണസഭയിൽ. കെട്ടിക്കൊണ്ടുവന്ന ഹനുമാൻ നിവർന്നിരുന്നു. നിന്നെ ആരാണ് അയച്ചതെന്ന് പറഞ്ഞാൽ തിരികെ വിടാമെന്ന് രാവണൻ പറയുന്നു. രാമകഥ, സീതാന്വേഷണം തുടങ്ങിയവ രാവണനെ ധരിപ്പിക്കുന്നുണ്ട് ഹനുമാൻ. ഉദ്യാനം നശിപ്പിച്ചത് വാനരപ്രകൃതമാണെന്നും ആളുകളെ കൊന്നത് തന്നെ കൊല്ലാൻ വന്നതുകൊണ്ടാണ് എന്നും ഹനുമാൻ പറയുന്നുണ്ട്. ജ്ഞാനമുള്ളവർ അജ്ഞാനികളിലെ അജ്ഞാനത്തെ നീക്കണം, നീ അജ്ഞാനിയാണെന്നും രാക്ഷസബുദ്ധി ഉപേക്ഷിക്കൂവെന്നുമുള്ള ഹനുമാന്റെ വർത്തമാനം കേട്ടിട്ട് രാവണന് ദേഷ്യം വന്നു. ഹനുമാനെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ വിഭീഷണൻ ദൂതനെ കൊല്ലുന്നത് നീതിയല്ല എന്നും ഒരു അടയാളം കൊടുത്ത് പറഞ്ഞുവിടണമെന്നും അറിയിക്കുന്നുണ്ട്. ലങ്കാദഹനം. ഒരു വാനരൻ്റെ ശൗര്യം അവൻ്റെ വാലിലാണെന്നും അതുകൊണ്ട് ഈ വാനരൻ്റെ വാലിൽ തീ കൊളുത്തി മടക്കി അയക്കണമെന്നും എല്ലാ ദിക്കിലും കേൾക്കെ വാലിൽ തീ കൊളുത്തി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവനെ അപമാനിച്ച് മടക്കി അയക്കണമെന്നും രാവണൻ പറയുന്നു. ഹനുമാൻ തൻ്റെ വാലിന് വലിപ്പം കൂട്ടിയെന്നും ലങ്കയിലെ മുഴുവൻ തുണികളും നെയ്യുമൊക്കെ വേണ്ടി വന്നു ആ വാലൊന്നു വരിഞ്ഞു കെട്ടാനുമെന്ന് രാമായണം പറയുന്നു. വാലിൽ തീ കൊളുത്തിയതും ഉയർന്നു പൊങ്ങിയ ഹനുമാൻ ലങ്കയുടെ ഗോപുരവാതിലിന് മുകളിൽ കയറിയിരുന്നു. ലങ്കയിലെ പലയിടങ്ങളും ചുട്ടു. വിഭീഷണന്റെ ഗൃഹമൊഴികെ മറ്റെല്ലാം തീവച്ചു. ലങ്കയിലാകെ തീ പടർന്നു. ജനങ്ങൾ മരണപ്പെട്ടു. രാവണന്റെ ദുഷ്ടതയുടെ ഫലമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് ജനം പറഞ്ഞു തുടങ്ങി. അവസാനം തൻ്റെ വാൾ സമുദ്രത്തിൽ മുക്കി തീ ഹനുമാൻ തന്നെ കെടുത്തി. വന്നാൽ സീതാദേവിയെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാമെന്ന് ഹനുമാൻ പറയുമ്പോൾ, ഈ രാത്രിയിൽ ഹനുമാനോടൊപ്പം പോയാൽ അത് തൻ്റെ ഭർത്താവിനെ അപമാനിക്കലാകുമെന്നും അദ്ദേഹം സമുദ്രം കടന്ന് ഇവിടെ വന്ന് രാവണനെയും കൊന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകും വരെ കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്നും സീതാദേവി അറിയിക്കുന്നുണ്ട്. ശേഷം ശ്രീരാമനോടൊപ്പം വരാമെന്ന് അനുഗ്രഹവും വാങ്ങി ഹനുമാൻ തിരികെ പോകുന്നു.